അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തിട്ട് പൊരിച്ചു. PSCയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ആരോപണം ഉന്നയിച്ചു. എന്നാൽ മാധ്യമ വാർത്തകളല്ലാതെ ക്രമക്കേടുകൾ നടന്നിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. ഇന്നലെ മുഖ്യമന്ത്രി ഇതേ നിയമസഭയിൽ വെച്ച് കേരളത്തിൽ പല തട്ടിപ്പുകളും നടക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരുന്നു. PSC അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുകയാണ് എന്ന സതീശന്റെ ആരോപണം. തുടർന്ന് സതീശനും പിണറായി വിജയനും തമ്മിൽ വാക്കുകളിലൂടെ ഏറ്റുമുട്ടാൻ ശ്രമിച്ചു. പിണറായി വിജയൻ തകർന്നടിയുന്ന കാഴ്ചയാണ് നിയമസഭയിൽ ഇന്ന് ദൃശ്യമായത്. ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിന് തൊട്ടു മുൻപാണ് പോലീസിൽ പരാതി കിട്ടിയത് എന്ന് മുഖ്യമന്ത്രി. പരാതിക്ക് പിന്നിൽ സതീശനാണ്. പെട്ടെന്ന് പോലീസിൽ ഇത്തരമൊരു പരാതി നൽകിയതിനു പിന്നിൽ പ്രതിപക്ഷ നേതാവാണ് എന്ന് മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചു. എന്നാൽ പരാതി പണം നൽകി ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രി ഇന്ന് മാറ്റിപ്പറഞ്ഞുവെന്ന് സതീശൻ. മാറ്റിപ്പറയുന്നത് കോൺഗ്രസിന്റെ ശൈലിയാണ് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. തൊട്ടുപിന്നാലെ വി ഡി സതീശന്റെ തീ തുപ്പുന്ന വാക്കുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലംപൊത്തുന്ന കാഴ്ച. ഇന്ന് രാവിലെയാണ് ആദ്യമായി ഈ വിഷയത്തിൽ പോലീസിന് പരാതി ലഭിക്കുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ ഡോക്ടർ ദമ്പതികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയെന്ന് സതീശൻ തിരിച്ചു ചോദിച്ചു. പരാതിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് MV ഗോവിന്ദൻ പാർട്ടിയും സർക്കാരും പരിശോധിക്കുമെന്ന് ഇന്നലെ വിളിച്ചുകൂവിയത്? സതീശന്റെ തീപാറുന്ന വാക്കുകൾക്ക് മുന്നിൽ പിണറായി വിജയന് പെട്ടെന്ന് ഉത്തരം മുട്ടി. നിങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യം കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് കോഴ ആരോപണം കൈകാര്യം ചെയ്യുന്നത്. മന്ത്രിമാരുടെ അടക്കം പേര് പറഞ്ഞ് പണം വാങ്ങി എന്ന പരാതി എന്തുകൊണ്ട് പോലീസിന് കൈമാറിയില്ല എന്ന വി ഡി സതീശന്റെ ചോദ്യം. എന്നാൽ റിയാസിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് PSCയെ സംരക്ഷിക്കുന്ന വാക്കുകളാണ് തുടർന്ന് മുഖ്യമന്ത്രി തട്ടിവിട്ടത്. രാജ്യത്ത് തന്നെ മാതൃകാപരമായ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് PSC. ഇതുവരെ യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും അതിലുണ്ടായിട്ടില്ല. മന്ത്രിസഭ പരിഗണിച്ച് നൽകുന്ന ശുപാർശയിൽ ഗവർണറുടെ അംഗീകാരത്തോടെയാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും ഒക്കെ നിയമനം. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തരുത് എന്നാണ് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചത്. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കണ്ടതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അവിടെയാണ് പൂർണ്ണമായി പിണറായി വിജയന്റെ വാക്കുകൾ ഇന്ന് നിലം പൊത്തിയത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് കോഴിക്കോട് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുവെന്നും PSC നിയമനത്തിനായി പ്രമോദ് കോട്ടുളി 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് 22 ലക്ഷം രൂപ കൈക്കലാക്കി എന്നും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പാർട്ടിക്ക് പരാതി നൽകിയത്. ഈ പരാതി പാർട്ടിയുടെ ഉന്നതർ ഇടപെട്ട് എന്തുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സെറ്റിൽ ചെയ്തു? പണം തിരികെ കൊടുത്ത് പരാതിക്കാരനോട് പരാതിയില്ല എന്ന നിലപാടെടുപ്പിച്ചതിന് പിന്നിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ. പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിയെടുക്കും എന്ന് CPM ആവർത്തിക്കുന്നുവെങ്കിലും MV ഗോവിന്ദൻ പോലും മാധ്യമപ്രവർത്തകരോട് എന്ത് നടപടിയാണ് പ്രമോദ് കോട്ടുളിക്കെതിരെ സ്വീകരിക്കുക എന്ന് വെളിപ്പെടുത്തിയില്ല. ഇന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞത് പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടിക്ക് ശ്രമമില്ല എന്നാണ്. മുഹമ്മദ് റിയാസിന് നൽകാനാണ് പണം താൻ കൈപ്പറ്റിയത് എന്ന് പ്രമോദ് കോട്ടുളി പറഞ്ഞതായി ആദ്യഘട്ടത്തിൽ പരാതിക്കാരൻ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പരാതിക്കാരനെ നിശബ്ദനാക്കി. ആരോപണം ഉന്നയിച്ച റിയാസ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ വാ തുറക്കുന്നില്ല. പൂർണ്ണമായും ദുരൂഹത നിറഞ്ഞതാണ് ഈ PSC അംഗത്വ ഇടപാട്. 60 ലക്ഷം രൂപ പരസ്യമായി ലേലം ചെയ്ത് കൈക്കലാക്കാൻ പ്രമോദ് കോട്ടുളി ശ്രമിച്ചത് ഒറ്റയ്ക്കല്ല എന്നതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രമോദ് കോട്ടുളിക്ക് ഒറ്റയ്ക്ക് ഇത്തരമൊരു തട്ടിപ്പ് അത്ര എളുപ്പമല്ല. മുഹമ്മദ് റിയാസിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിയ ഈ പരാതി എന്തുകൊണ്ട് നേരത്തെ പോലീസിന് കൈമാറിയില്ല? തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇത്തരമൊരു പരാതി ഉയർന്നു വന്നത്. തുടർന്ന് പണം കൊടുത്ത് കേസ് സെറ്റിൽ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് CPM നേതൃത്വം നടത്തിയത്. PSC അംഗത്വം ലേലത്തിൽ വെക്കുന്നു. ഇതാദ്യ സംഭവമല്ല. കണ്ണൂരിലെ പോലെ കോഴിക്കോടും കോക്കസ് പ്രവർത്തിക്കുന്നു.
PSC അംഗത്വം ലേലത്തിൽ വെക്കുന്നു. ഇനി എന്ത് വിശ്വാസ്യത? CPM-ലെ ആഭ്യന്തരകാര്യമല്ല ഇത്, പാർട്ടിക്കാരെ പോലെ കൈകാര്യം ചെയ്യുകയാണ് ഈ പ്രശ്നം CPM. എന്തുകൊണ്ട് പരാതി പോലീസിന് കൈമാറുന്നില്ല എന്ന സതീശന്റെ ചോദ്യങ്ങൾ. ഈ വിഷയത്തിൽ പാർട്ടി കോടതിയല്ല തീരുമാനം കൽപ്പിക്കേണ്ടത് എന്ന് സതീശൻ തുറന്നടിച്ചു. സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു പതിവ് ശൈലിയാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളാറുള്ളത്. എന്നാൽ ഇന്ന് നേർവിപരീതമായി മുഖ്യമന്ത്രി മുട്ടുകുത്തുന്ന കാഴ്ച. വിഷയത്തിൽ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട. തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടികളുണ്ടാകും. PSCയെ ഇതിന്റെ പേരിൽ കരിവാരിത്തെക്കരുത് എന്ന് പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് പറയുന്നു. കോഴ ആരോപണം ഇപ്പോൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് സാധാരണ നിയമസഭ സാക്ഷ്യം വഹിക്കാറ്. എന്നാൽ ഏകപക്ഷീയമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്തിക്കാളുന്ന രംഗങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നമ്മൾ കണ്ടത്. സാർ, ഇതൊന്നും അങ്ങനെയുള്ള ആളുകളല്ലത്. ഇതൊക്കെ ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരികളും എപ്പോഴും കൂടെ നടക്കുന്ന ആളുകളുമാണ്. അപ്പോഴാണ് ആളുകൾക്ക് വിശ്വാസം വരുന്നത്. അവർ ആരോപണം ഉയർന്നിരിക്കുന്ന ആളുകൾ തെറ്റുകാരാണ് എന്നുള്ള വിധിക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. പക്ഷേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ഭരണകക്ഷിയായ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. നിങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഞാൻ വാർത്ത വായിച്ചത് ശരിയാണെന്ന് എനിക്കറിയില്ല. പൊതുമരാമത്ത് മന്ത്രി തന്നെ പരാതി കൊടുത്ത് ഒരു കോക്കസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സാറേ, കണ്ണൂരുള്ളതുപോലെ തന്നെ ഒരു കോക്കസ് കോഴിക്കോടും പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, പബ്ലിക് സർവീസ് കമ്മീഷനിൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അതിലെ അംഗം എന്ന് പറയുന്നത് അത് നിയമിക്കാൻ വേണ്ടിയിട്ട് അത് ലേലത്തിൽ വയ്ക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമാണോ?